ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറുടെ കൈയൊടിച്ചു. എരവിമംഗലം ഷഷ്ടിക്കിടെയായിരുന്നു അക്രമം. SFI മുൻ ഏരിയ സെക്രട്ടറിയും CPM ചിറ്റിശ്ശേരി മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ അനന്തുവാണ് അക്രമത്തിന് നേതൃത്വം കൊടുത്തത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ലാലു അടക്കം 3 പോലീസുകാർക്ക് പരിക്കേറ്റു. നമുക്കിപ്പം MS ലിഷോയ് ചേർന്നുണ്ട്. ലിഷോയ്, എങ്ങനെയാണ് ഈ ഒരു തർക്കമുണ്ടാകുന്നത്? പോലീസുകാരന്റെ കൈ ഒടിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഈ കാണുന്നവർ, ദൃശ്യത്തിൽ കാണുന്നവർ മദ്യലഹരിയിലായിരുന്നോ? ലിഷോയ്, കേൾക്കാമോ? അതായത് ഈ അനന്തു എന്ന് പറയുന്ന വ്യക്തി ആദ്യം ഈ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറി. അവർ പറഞ്ഞത്, അതായത് ആ ഒരു കേൾക്കാം. അതായത് ഈ അനന്തു എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി ആദ്യം വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറി. അവർ പറഞ്ഞത് അനുസരിക്കാതിരിക്കുകയും ഈ പൂരവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ, ഈ ഷഷ്ടിയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്തു. അതേ തുടർന്ന് പിന്നീട് ഇയാൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. അതായത് അയാളെ അവിടെ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് പിടിച്ചുകൊണ്ടുവന്ന് കൺട്രോൾ റൂമിൽ ഇരുത്തുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിനടുത്ത് തന്നെയുള്ള കൺട്രോൾ റൂമിൽ ഈ അനന്തുവിനെ പിന്നീട് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടേക്ക് നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിൻ്റെയും വാർഡ് മെമ്പറുടെയും നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് എത്തിയത്. ഏകദേശം 10ലധികം പേരടങ്ങുന്ന സംഘമാണ് അവിടേക്ക് എത്തിയത്. പിന്നീട് പോലീസുമായി വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു. അതൊരു ഉന്തും തള്ളിലും കലാശിക്കുകയായിരുന്നു. പോലീസുകാർക്ക് നേരെ പിന്നീട് ഒരു ആക്രമണം ഉണ്ടാവുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ 2 FIR ആണ് ഇടാനായി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ ഒരു FIR ഇതിനോടകം ഇട്ട് കഴിഞ്ഞു. അതായത് ഈ പോലീസുകാരിയോട് മോശമായി പെരുമാറിയതിന്, കൂടാതെ പോലീസുകാർക്ക് നേരെ ആക്രമണം നടത്തിയതിന് മറ്റൊരു FIR കൂടി രജിസ്റ്റർ ചെയ്യുമെന്നുള്ളതാണ് നിലവിൽ ഒല്ലൂർ പോലീസ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ SHOയ്ക്ക് ഈ കാപ്പ കേസ് പ്രതിയുടെ കുത്തേറ്റത്. കൂടാതെ SHOയുടെ കൂടെ ഉണ്ടായിരുന്ന പ്രവീൺ ദാസ് എന്ന് പറയുന്ന മറ്റൊരു പോലീസ് ഓഫീസർക്കും ഇത്തരത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വീണ്ടും ഒല്ലൂർ പോലീസിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. സീനിയർ സിവിൽ പോലീസ് ഓഫീസറുടെ കൈ തിരിച്ചൊടിച്ചിരിക്കുകയാണ്. കൈക്ക് പരിക്കുണ്ട്, എല്ലിന് പരിക്കുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം നടക്കും. കൂടുതൽ ആളുകളെ തിരിച്ചറിയാനുണ്ട്. ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ആളുകളെല്ലാം തന്നെ ഈ കേസിന്റെ ഭാഗമാക്കി FIR രജിസ്റ്റർ ചെയ്യുമെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പോലീസിന് പോലും രക്ഷയില്ലാത്തൊരു സാഹചര്യമാണോ? അത്രമാത്രം ഒരു ഗുണ്ട വിളയാട്ടമാണോ അവിടെ നടക്കുന്നത്? ഇപ്പൊ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? അതായത് ഇത് ഗുണ്ടാവിളയാട്ടം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇത് അവിടെ ഉണ്ടായിരുന്ന ആളുകളും പോലീസും തമ്മിലുള്ള വാക്കുതർക്കം അത് പിന്നീട് ഒരു വലിയൊരു സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിൽ DYFIയുടെയും SFIയുടെയും ഈ CPMൻ്റെയും എല്ലാം തന്നെ പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ പ്രതിയാകുമെന്നുള്ളതാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട് അത് മറ്റേതെങ്കിലും തരത്തിൽ കേസ് ചാർജ് ചെയ്യാനോ മറ്റോ ഒന്നുമല്ല ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. ഒരു കരുതലായി എന്നുള്ള രീതിക്ക് അയാളെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അയാളെ പിന്നീട് അവിടെ നിന്നും കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പിന്നീട് ഈ കൂടുതൽ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ശരി ലിഷോയ്.